Have you ever thought about having a financial plan? നിങ്ങളൊരു NRI ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത്ര ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ദിസ് ഈസ് ടൈം ടു തിങ്ക്. സത്യത്തിൽ ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രവാസികൾ ചിന്തിക്കുന്നത് എൻ്റെ വരുമാനം ഇത്രയേ ഉള്ളൂ, ഞാനൊരു ഹെവി മണി മേക്കർ അല്ല, ആവറേജ് ശമ്പളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം. ഈ ചോദ്യം തന്നെയാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. ഇവിടെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യം. എൻ്റെ പേര് ജോണി ജോസഫ്, മാനേജിംഗ് ഡയറക്ടർ, ബ്ലൂ ചിപ്പ് FPI ആൻഡ് NRI ഫിനാൻഷ്യൽ കോച്ച്. ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പിക്ചർ, ഒരു ഇൻവെർട്ടഡ് പിരമിഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭവനത്തിൻ്റെ ഒരു പിക്ചറാണ്. ഒരു വീട് എന്താണ്, എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്? ഒരു വീടിന് ഒരു അടിത്തറയുണ്ട്, അതിൻ്റെ മുകളിൽ ഭിത്തിയുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു റൂഫുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ സ്ട്രക്ചർ ഇതാണ്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ശമ്പളം വരുമാനം ഏൺ ചെയ്യുന്ന ഒരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, പക്ഷേ രണ്ടു കൂട്ടർക്കും ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. ഈ പിരമിഡ് അല്ലെങ്കിൽ വീട് എന്താണെന്ന് പറയാം. പിരമിഡ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിനെ ഹൊറിസോണ്ടലി നമ്മൾ സ്ലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും 3 പീസ് കിട്ടും. ഒരു ലോവർ പീസ്, മിഡിൽ പീസ്, ടോപ്പ് പീസ്. ഇത് തന്നെ നമുക്കൊരു വീടായിട്ട് കാണാം. വീടിൽ ഫൗണ്ടേഷൻ, ബ്രിക്ക് വാൾ ആൻഡ് റൂഫ്. വാട്ട് ഈസ് ഫൗണ്ടേഷൻ, വാട്ട് ഈസ് ബ്രിക്ക് വാൾ ആൻഡ് വാട്ട് ഈസ് റൂഫ്? ഫൗണ്ടേഷൻ ഈസ് ദ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ഫാമിലി, യുവർ ലൈഫ്, യുവർ ഇൻകം, എവറിത്തിങ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു പുതിയൊരു വില്ല പണിതിട്ടുണ്ടെങ്കിൽ ആ വില്ലയ്ക്ക് 4000 അല്ലെങ്കിൽ 5000 രൂപ കൊടുത്തിട്ട് ഒരു ഫയർ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്ന പ്രൊട്ടക്ഷനാണ്. നമ്മളുടെ ഗേറ്റും കോമ്പൗണ്ട് വാളും നമ്മളുടെ വീടും ഫ്ലഡ് വന്നാലോ, എർത്ത് വന്നാലോ, ഫയർ വന്നാലോ നമ്മളുടെ സമ്പാദ്യത്തിനെ നശിപ്പിക്കില്ല. സോ ബിഫോർ യു ഇൻവെസ്റ്റ് ഇൻ FD, ബിഫോർ യു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്, think about the basic fundamental first step, which is the foundation. Take an insurance cover on your house, number 1. Number 2, do you have a cover for your health insurance need? പലപ്പോഴും പല NRIസിനും ഇല്ല. ഞാൻ പല ലേഖനങ്ങളിലും നമ്മൾ പറയുന്നൊരു പോയിൻ്റാണ്, NRI ആണല്ലോ, എനിക്ക് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ എനിക്ക് വിദേശ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്? സാധാരണ പറയാറുണ്ട്, പീപ്പിൾ ഡിക്ലൈൻ ഇൻഷുറൻസ് വെൻ ദേ ആർ ഹെൽത്തി, ദെൻ ഇൻഷുറൻസ് ഡിക്ലൈൻസ് പീപ്പിൾ വെൻ ദേ ആർ സിക്ക്. നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ എടുക്കുക, അൺഹെൽത്തി ആകുമ്പോൾ നമുക്ക് കവർ കിട്ടും. അൺഹെൽത്തി ആകുമ്പോൾ എടുക്കാമെന്ന് പോയാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോൾ NRI ആണെങ്കിലും നിങ്ങൾ എടുക്കുക. ഒരു കോവിഡ് വന്നു, കുറേ ആൾക്കാർക്ക് ജോലി പോയി, തിരിച്ച് നാട്ടിൽ വന്നു, നാട്ടിൽ വന്നിട്ട് എടുക്കാൻ വന്നു, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ട്. സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നു, ഞങ്ങൾക്കിനി ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമോ? സോ വെൻ യുവർ ഹെൽത്ത് ഈസ് ഇൻ ദ പിങ്ക് യു ഹാവ് ടു ടേക്ക് ഇറ്റ്. തിരുവല്ലയിൽ നിരേറ്റുപുറത്തുള്ള ഒരു ഫെഡറൽ ബാങ്ക് മാനേജർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ചെയ്യായിരുന്നു, അവർക്ക് ചെറിയ ഇൻഷുറൻസ് കവർ കമ്പനി കൊടുക്കുന്ന കവറുണ്ട്, പക്ഷേ അവർ ലിവർ ട്രാൻസ്പ്ലാന്റ്, മകളുടെ ലിവറാണ് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് എല്ലാം കൂടി 42 ലക്ഷം രൂപയോളം വന്നു. പക്ഷേ അവർക്ക് ഒരു കമ്പനി പ്രൊവൈഡറായിട്ടുള്ള ചെറിയ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ സമ്പാദ്യ രീതിയിൽ നമ്മൾ പ്രിക്കോഷൻ എടുക്കാത്തതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറ്റുപറ്റും. ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് എസെൻഷ്യൽ. അതിനകത്ത് ഏറ്റവും അടിത്തറയിൽ മെഡിക്കൽ ഇൻഷുറൻസും ഫയർ ഇൻഷുറൻസും ടേം പോളിസി, നമ്മളുടെ ലൈഫ് കവർ. ഈ ലൈഫ് കവർ കുഞ്ഞുങ്ങൾക്കെല്ലാം എടുക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള ഫാദർ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം വഴിയാധാരമാവരുത് എന്നുള്ളത് കൊണ്ടാവാം ഈ ഒരു പോളിസി ഫാദേഴ്സിന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സും ടെർമിനൽ ഇൽനെസ്സും വരുന്ന പോളിസികളുണ്ട്. അപ്പോൾ അത്തരമൊരു പോളിസിയാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഈ ഫൗണ്ടേഷനിൽ ഏറ്റവും വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ലൈഫ് ഇൻഷുറൻസ്. പലപ്പോഴും നമ്മൾ വലിയ ലോണുകൾ, വലിയ എമൗണ്ടിൻ്റെ ലോൺ എടുത്തിട്ടുണ്ടാവും. ഈ ലോൺ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ലോണിൻ്റെ ബാധ്യത നമ്മളുടെ ഭാര്യയുടെ തോളിലേക്ക് മാറും. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടി ലോൺ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ലോണുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അതുകൂടി എടുക്കുക. അപ്പം ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ അടിത്തറയായി
അതിനുശേഷം ചെയ്യേണ്ടത് സേവിങ്സ് ആണ്. സേവിങ്സ് എന്ന് പറയുന്നത് പലപ്പോഴും സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. സേവിങ്സ് ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഒന്നാണ്. അപ്പോൾ സേവിങ്സിൽ നമുക്കൊരു റിക്കറിങ് ഹാബിറ്റ് വരും. യു വിൽ ബി ഇൻവെസ്റ്റിംഗ് എവറി മന്ത് ഓർ എവറി ഇയർ റുട്ടീൻലി. അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പറമ്പ് വിറ്റ് കുറച്ച് വലിയൊരു ബൾക്ക് എമൗണ്ട് നമ്മുടെ കയ്യിൽ വന്നു. ആ എമൗണ്ട് നമ്മൾ എങ്ങനെ നിക്ഷേപിക്കുന്നു? ബൾക്കായിട്ട് നമ്മളൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. എല്ലാ മാസവും നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര ഇടാൻ പറ്റില്ല. എല്ലാ കൊല്ലവും നമുക്ക് അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഇടാൻ പറ്റില്ല. സോ ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും വരുന്നത് സേവിങ്സിൻ്റെ മുകളിലാണ്. ഈ പിരമിഡിൻ്റെ, ഈ വീടിൻ്റെ റൂഫാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് മിക്കവാറും ലിക്വിഡിറ്റി ഉണ്ട്. സേവിങ്സിന് ലിക്വിഡിറ്റി കുറവായിരിക്കും. ലിക്വിഡിറ്റി കുറഞ്ഞ സേവിങ്സിലേക്ക് നമ്മൾ പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സമ്പാദ്യം സുരക്ഷിതമായിട്ട് ഒരു 5 കൊല്ലം വളരാനായിട്ട് നമ്മൾ അനുവദിക്കുക. 5, 8, 10 കൊല്ലം. അതാണ് സേവിങ്സ്. ഈ സേവിങ്സിൽ എന്താ വരിക? നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സേവിങ്സ്, അവരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സേവിങ്സ്, അതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഗോൾഡ് നിക്ഷേപങ്ങൾ. മകളുടെ കല്യാണത്തിന് നമ്മൾ ഗോൾഡ് നിക്ഷേപം നമുക്ക് നേരത്തെ തുടങ്ങാം. അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾക്കൊരു ഭാരമില്ലാതെയാവും. അപ്പോൾ അതെല്ലാമാണ് സേവിങ്സ്. റിട്ടയർമെൻറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലോങ് ടൈം ഗോളാണ് റിട്ടയർമെൻറ്റ്. ഈ റിട്ടയർമെൻറ്റിനും നമ്മൾ സേവിങ്സ് ആരംഭിക്കേണ്ടത് വൈകിയല്ല, നേരത്തെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അതും സേവിങ്സിലാണ് വരുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഫൗണ്ടേഷൻ ഉണ്ടാക്കി, അതിന് പുറത്ത് നമ്മൾ സേവിങ്സ് വെച്ചു. എന്തിനൊക്കെയാണ് സേവിങ്സ്? നമുക്ക് നാട്ടിലൊരു വില്ല പണിയണം. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വില്ല പണിയാൻ ഒരു ആഗ്രഹത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം, റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം, മകൻ്റെ ഹയർ എഡ്യൂക്കേഷൻ, ഓവർസീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം, മകളുടെ മാരേജിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം, ഇതെല്ലാം സേവിങ്സാണ്. സോ ഫസ്റ്റ് ലെയർ ഫൗണ്ടേഷൻ, സെക്കൻഡ് ലെയർ സേവിങ്സ്. ഇതിൻ്റെ മുകളിലുള്ള ലെയറാണ് നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് കൂടുതൽ റിട്ടേൺസ് കൊണ്ടുതരുന്നത്. സേവിങ്സിന് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് കിട്ടില്ല. സേവിങ്സ് ഈസ് ഓൾവേസ് ഇൻ എ ട്രഡീഷണൽ വേ, ബട്ട് ഇറ്റ് ഈസ് ഹൈലി സെക്യൂർ. അപ്പോൾ ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പണം ഹൈലി ആയിട്ട് മുന്നോട്ട് പോകും. ചെറിയ എമൗണ്ട് വെച്ച് തുടങ്ങിയിട്ട് 2 കോടി, 3 കോടി, 4 കോടി എത്തിയിട്ടുള്ള ചെറിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. 1 കോടി ഒരു മ്യൂച്വൽ ഫണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആവറേജ് 18-20% റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ 1 കോടി എത്തിയാൽ നമ്മൾ കൈകെട്ടിയിരുന്നാൽ മതി. ആ 1 കോടി അടുത്ത കൊല്ലം 1 കോടി 18 ലക്ഷം. ഈ 1 കോടി 18 ലക്ഷമായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 1 രൂപ പോലും നിക്ഷേപിച്ചില്ലെങ്കിലും അത് 1 കോടി 40 ലക്ഷം രണ്ടാമത്തെ വർഷമായി തീരും. സോ ഹയർ ദ മണി വാല്യൂ, ബെറ്റർ ദ റിട്ടേൺസ്. ചില പ്രവാസികൾ മനസ്സിലാക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാകാത്ത ആൾക്കാർക്കാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മെൻറ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നിങ്ങൾ തേടുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രൊഫഷണൽ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നല്ലത് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ CFO എന്ന് പറയുന്നൊരു പോസ്റ്റുണ്ട്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. CEO-ൻ്റെ തൊട്ട് താഴെ വരുന്നതിനും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഞങ്ങളുടെ നിക്ഷേപകരുടെ, ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ 1 രൂപ അവർ മാറ്റിവെക്കുമ്പോൾ അവിടെ നിന്ന് കോൾ വരും. എങ്ങനെയാണ് നമുക്കിത് മൂവ് ചെയ്യേണ്ടത്, ഏത് സെക്ടറിലേക്ക് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്താൽ നന്നാവുമോ, ഇന്നത് ചെയ്താൽ മോശമാവുമോ. അപ്പോൾ അവരെ ഓരോ പടികളിലും വിരൽ പിടിച്ച് മുന്നോട്ട് റൈറ്റ് സ്റ്റെപ്പിലൂടെ നടത്തുക എന്നുള്ളതാണ് NRI ഫിനാൻഷ്യൽ കോച്ച് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ടീമിൻ്റെ കടമ. So that is what we are doing. We have been doing in the last 20 years. That is what bringing smile to our customers. So thank you for watching. Have a nice day.